بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين وبعد. സഹോദരന്മാരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിശുദ്ധ മറിയം അലൈഹ സ്വലാത്തു വസ്സലാമയെ കുറിച്ചാണ്. പതിവ്രതയും കന്യകയുമായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴ്പ്പെട്ട് അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുകയും അള്ളാഹുവിൻ്റെ ആജ്ഞക്ക് തലകുനിച്ചുകൊണ്ട് ഒരു ഗർഭധാരണത്തിന് സന്നദ്ധയാവുകയും ചെയ്ത മഹദിയാണ് മറിയം അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതയായി. അവരുടെ നാമം വിശുദ്ധ ഖുർആനിൽ പലതവണ ആവർത്തിച്ച് വരികയുണ്ടായി. സത്യസന്ധയായ മഹദിയാണവർ എന്ന് അള്ളാഹു അവർക്ക് വിശേഷണം നൽകി. വ ഉമ്മുഹു സിദ്ദീഖ, ഈസായുടെ മാതാവ് സിദ്ദീഖത്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിശേഷിപ്പിച്ചു. അല്ലാഹു അവരെ പ്രത്യേകം തെരഞ്ഞെടുക്കുകയുണ്ടായി ലോക സ്ത്രീകളിൽ വെച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖദ് ഫുദ്ദിലത് ഖദീജതു അലാ നിസാഇ ഉമ്മതി കമാ ഫുദ്ദിലത് മറിയം അലാ നിസാഇൽ ആലമീൻ. ലോക സ്ത്രീകളിൽ മറിയം സവിശേഷമാക്കപ്പെട്ടതുപോലെ എൻ്റെ ഉമ്മത്തികളിലെ സ്ത്രീകളിൽ ഖദീജ സവിശേഷമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ലോക സ്ത്രീകളിൽ അല്ലാഹു അവരെ പ്രത്യേകം സവിശേഷത കൽപ്പിച്ചു, തെരഞ്ഞെടുത്തു എന്നുള്ളത് അവരുടെ പ്രത്യേകതയാണ്. മിഹ്റാബിൽ ആരാധനയിൽ കഴിഞ്ഞുകൂടിയിരുന്ന മറിയത്തെ മലക്കുകൾ സന്ദർശിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിൽ വായിക്കുവാൻ സാധിക്കും. വഇദ് ഖാലത്തിൽ മലായികതു യാ മറിയം ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. മലക്കുകൾ മറിയമിനോട് പറയുകയാണ്, മറിയം, നിങ്ങൾ അല്ലാഹു തെരഞ്ഞെടുക്കുകയും പരിശുദ്ധയാക്കുകയും ലോക സ്ത്രീകളിൽ പ്രത്യേകം തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. യാ മറിയം ഖുനുതി ലിറബ്ബികി വസ്ജുദി വർകഇ മഅർ റാകിഈൻ. മറിയം, റബ്ബിന് വണങ്ങുക, സുജൂദും അതേപോലെ നമിക്കുന്നവരോടൊപ്പം നമിച്ചുകൊണ്ട് റുകൂഉം ചെയ്യുക എന്നൊക്കെ അല്ലാഹുവിൻ്റെ മലക്കുകൾ അവരെ മിഹ്റാബിൽ സന്ദർശിച്ച് അവരോട് പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം മറിയം
മഹനീയ സ്ത്രീയാണ്. മറിയം മഹത്വമേറെയുള്ള മഹദിയാണ്. അവരുടെ ചരിത്രമാണ് ഇൻഷാ അല്ലാഹ് ഏതാനും വചനങ്ങളിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. മറിയത്തിന്റെ മാതാവ് ഹന്നയും പിതാവ് ഇമ്രാനുമാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ ഒരു കുടുംബമാണ് ഇമ്രാന്റെ കുടുംബം. യഹൂദരിൽ ഇസ്രായേലരിൽ അറിയപ്പെട്ട ധ്യാനിയും ഒരു സൽവൃത്തനുമായിരുന്നു മറിയമിന്റെ പിതാവായ ഇമ്രാൻ. അതുകൊണ്ടാണ് മറിയം ചെറിയ കുട്ടിയായിരിക്കെ ഇമ്രാൻ മരണപ്പെട്ടതിൽ പിന്നെ മറിയത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി യഹൂദന്മാർ തർക്കിക്കുകയും അങ്ങനെ തർക്കം മൂത്തപ്പോൾ നറുക്കെടുപ്പിലൂടെ മറിയമിന്റെ സംരക്ഷണം സക്കരിയ അലൈഹിസ്സലാമക്ക് നിശ്ചയിക്കപ്പെടുകയും ഉണ്ടായത്. തഫ്സീറുകളിൽ കാണാം, ഹന്ന എന്ന മഹദിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. 2 കിളികൾ അവരുടെ കുഞ്ഞിനെ തീറ്റുന്നത് കണ്ട ഹന്ന ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുകയും അതിൽ പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവർക്ക് ഒരു കുഞ്ഞ് കനിയപ്പെടുകയുമാണ്. ഗർഭിണിയായ ഹന്ന തന്റെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ അള്ളാഹുവിന് നേർച്ചയാക്കുകയും ബൈത്തുൽ മഖ്ദിസ് പരിപാലിക്കുവാൻ ആ കുഞ്ഞിനെ അള്ളാഹ്ക്ക് മാത്രമായി നേരുകയും ചെയ്ത വചനങ്ങൾ നമ്മൾ സൂറത്ത് ആലി ഇമ്രാനിൽ വായിക്കുന്നുണ്ട്. ഇത് ഖാലത്ത് ഇംറഅത്തു ഇമ്രാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. ഗർഭിണിയായിരിക്കെ മറിയം ഗർഭത്തിലുള്ള കുഞ്ഞിനെ അള്ളാഹുവിന് മാത്രം മാക്കി നേർച്ച നേരുകയാണ്. പക്ഷേ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് ആൺകുഞ്ഞാണെന്ന് ധരിച്ചാണ് ഹന്ന അപ്രകാരം നേർച്ച നേർന്നത്. പക്ഷേ പ്രസവിച്ചപ്പോൾ കുഞ്ഞ് പെണ്ണാണ്. ഫലമ്മ വദഅതഹ ഖാലത് റബ്ബി ഇന്നി വദഅതുഹ ഉൻസ വല്ലാഹു അഅലമു ബിമാ വദഅത് വലൈസ ദക്കറു കൽ ഉൻസ. പ്രസവിച്ചപ്പോൾ പെണ്ണ് കുഞ്ഞാണ്, കുഞ്ഞ് പെണ്ണാണ്. അത് കാരണത്താൽ തന്നെ അവർ പറയാണ് ആണ് പെണ്ണും ഒരുപോലല്ല. അതുകൊണ്ട് തന്നെ അവർ പ്രഖ്യാപിച്ചു വഇന്നി സമ്മൈതുഹാ മറിയം, ഞാൻ കുഞ്ഞിന് മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്താനിർ റജീം. മറിയമിന്റെ മാതാവ് ഹന്ന പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് മറിയത്തിന് വേണ്ടിയും മറിയത്തിന്റെ സന്തതിക്ക് വേണ്ടിയും അള്ളാഹുവോട് അഭയം തേടുകയും രക്ഷാത്തേട്ടം നടത്തുകയും ചെയ്തു. ആ രക്ഷാത്തേട്ടമാണ് വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്താനിർ റജീം. ശപിക്കപ്പെട്ട അഭിശപ്തനായ ശൈത്താനിൽ നിന്ന്, അവന്റെ ഉപദ്രവത്തിൽ നിന്ന് മറിയമിനെയും മറിയത്തിന്റെ ദുർരിയത്തിനെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹുവെ ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്ന് അവിടെ ഹന്ന ദുആ ചെയ്യുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ വകഫലഹാ സക്കരിയ. മാതാവിന്റെ പ്രാർത്ഥന ഉപരിലോകത്ത് കബൂലാക്കി, ഹന്നയുടെ പ്രാർത്ഥന കബൂലാക്കി അല്ലാഹു. ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ, നല്ല നിലക്ക് മറിയമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും വഅംബതഹാ നബാതൻ ഹസന, അവരെ അല്ലാഹു ശ്രേഷ്ഠ ബാലികയാക്കി വളർത്തുകയും ചെയ്തു. വകഫലഹാ സക്കരിയ, മറിയമിനെ സംരക്ഷിക്കുവാനുള്ള ചുമതല അല്ലാഹു അത് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകുകയും ഉണ്ടായി എന്നാണ്. ഇവിടെ ഈ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഹന്ന എന്ന മഹദി അവർക്കൊരു കുഞ്ഞ് അള്ളാഹു നൽകിയപ്പോൾ
ആ കുഞ്ഞിനെ അള്ളാഹുവിന് മാത്രമാക്കി നേർച്ച നേരുകയാണ്. പക്ഷെ കുഞ്ഞ് ആണണമെന്ന് വിചാരിച്ചാണ് അവർ നേർച്ചയാക്കിയത്. പക്ഷെ കുഞ്ഞ് പെണ്ണായിരുന്നു. മറിയം എന്ന് പേരിട്ടു. പേര് മറിയം എന്നിടുന്നതിലൂടെ ഹന്ന ഉദ്ദേശിച്ചത് എന്താ? മറിയം എന്ന പേരിന്റെ അർത്ഥം ആബിദത്തുർ റബ്ബ് എന്നാണ്, അള്ളാഹുവിനെ ആരാധിക്കുന്നവൾ എന്നാണ്. അല്ലെങ്കിൽ ഖാദിമത്തുർ റബ്ബ്, റബ്ബിനുള്ള ഖാദിം എന്നാണ്. ഖാദിമത്ത് എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ അഖ്സ പള്ളിയുടെ പരിപാലനം, അതേപോലെ തന്നെ സംരക്ഷണം, അതൊക്കെയാണ്. അതിന് വേലയെടുക്കുക, അങ്ങനെയുള്ള സന്താനം എന്ന പ്രത്യാശയിലാണ് ആ പേര് തന്നെ ഹന്ന കുഞ്ഞിന് നൽകുന്നത്. പിന്നെ ഹന്നയുടെ ആ പ്രാർത്ഥന, കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥന, അതേപോലെ തന്നെ കുഞ്ഞിന്റെ സന്താനത്തിന് വേണ്ടിയുള്ള, സന്തതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു കുഞ്ഞും പ്രസവിച്ച് വീഴുമ്പോൾ പൈശാചിക ഉപദ്രവം ഉണ്ടാവും, പിശാച് അവരെ നക്കും. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ കരഞ്ഞ് പ്രസവിക്കപ്പെടുന്നത്. മറിയമിന്റെ സന്താനമായി ഈസയും ഒഴിച്ച് അവരുടെ നേരെ പൈശാചിക ഉപദ്രവം ഉണ്ടായില്ല. കാരണം ഹന്നയുടെ ഈ ദുആയാണ്, വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്താനിർ റജീം. അഭിശപ്തനായ ശൈത്താനിൽ നിന്ന് കുഞ്ഞിന് വേണ്ടി, കുഞ്ഞിന്റെ ദുർരിയത്തിന് വേണ്ടി അല്ലാഹുവേ ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്ന് മറിയം ദുആ ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ശല്യം അവർക്കുണ്ടായില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണുവാൻ സാധിക്കും. ഇത് മറിയത്തിന്റെ കഥ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഭാര്യയെ പ്രാപിക്കുമ്പോൾ, നമ്മളുടെ ഇണകളെ നമ്മൾ സഹനത്തിലൂടെ പ്രാപിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് ചൊല്ലണം. പിന്നെ അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തന. അല്ലാഹുവേ ഞങ്ങളെ തൊട്ടും ഞങ്ങൾക്ക് ഉപജീവനമായി, ഞങ്ങൾക്ക് നീ ദാനമായി കനിയുന്ന സന്തതികളെ തൊട്ടും നീ ശൈത്താനെ ദൂരപ്പെടുത്തണമേ എന്നർത്ഥം വരുന്ന ദുആ ചൊല്ലാൻ പറഞ്ഞു. എന്നിട്ടാണ് ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ചേഷ്ടകൾ, ലൈംഗിക ബന്ധം. അങ്ങനെയാണെങ്കിൽ സന്താനത്തിന് ശൈത്താന്റെ ഉപദ്രവം ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരം കഥകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മളുടെ ഭാര്യമാരെ പ്രാപിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥന ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തന തുടങ്ങിയ ദുആ നിർവഹിച്ചാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. അതിന്റെ ഫലം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, അള്ളാഹു ഉടനടി ആ പ്രാർത്ഥന സ്വീകരിച്ചു. മറിയമിനെ അള്ളാഹു സ്വീകരിക്കണം. ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ, നല്ല രീതിയിൽ, വഅംബതഹാ നബാതൻ ഹസന എന്നാണ്, ശ്രേഷ്ഠപ്പെടുത്തി ആ ബാലികയെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളർത്തുകയാണ്. മാത്രമല്ല മറിയമിന്റെ പിതാവ് ഇമ്രാൻ സാലിഹായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം മരണപ്പെട്ട്, അപ്പോ ഇസ്രായേല്യർ മത്സരിക്കാണ്, ആ മഹാന്റെ പെൺകുട്ടിയെ ഞങ്ങൾ സംരക്ഷിക്കാം എന്ന് പറഞ്ഞു. മഹാനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുട്ടിയെ ഞങ്ങൾ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ് ഇസ്രായേല്യർ തർക്കിക്കാണ്. വാപ്പാര് നന്നായാൽ മക്കളുടെ സുരക്ഷിതത്വം വാപ്പമാരുടെ നന്മയിലാണ്, അതേപോലെ മാതാവിന്റെ നന്മയിലാണ് എന്നുകൂടി മനസ്സിലാക്കാൻ പറ്റും. മറിയം അനാഥയാണ്, പക്ഷെ അനാഥയെ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് തർക്കിക്കുകയാണ് ഇസ്രായേല്യർ. പക്ഷേ അവർക്കിടയിൽ നറുക്കെടുപ്പ് നടത്താൻ പറഞ്ഞു. അതാണ് വമാ കുൻത ലദൈഹിം ഇദ് യഖ്തസിമൂന വമാ കുൻത അലൈഹിം വമാ കുൻത ലദൈഹിം ഇദ് യുൽഖൂന അഖ്ലാമുഹും അയ്യുഹും യക്ഫുലു മറിയം. മറിയമിനെ ആര് സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് ഇസ്രായേല്യർ നറുക്കെടുപ്പ് നടത്തിയപ്പോൾ നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് അള്ളാഹു പറയാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നറുക്കെടുപ്പ് നടന്നു, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അള്ളാഹു ഒരു പ്രവാചകന്റെ കയ്യിൽ, ഒരു മഹാരഥന്റെ കയ്യിൽ ആരെ ഏൽപ്പിക്കുകയാണ്? മറിയമിനെ ഏൽപ്പിക്കുകയാണ്. സക്കരിയ നബിക്കാണ് അള്ളാഹു മറിയമിന്റെ സംരക്ഷണ ചുമതല നൽകുകയുണ്ടായത് എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയാണ്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ മെഹ്റാബിൽ, പ്രാർത്ഥനാ മണ്ഡപത്തിലാണ് മറിയമിന്റെ ബാല്യവും യൗവനവും ഒക്കെ വളരുന്നത്. എന്താ മറിയമിനുണ്ടായ അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണവും അള്ളാഹു നല്ല രീതിയിൽ വളർത്തി എന്ന് പറയുമ്പോൾ ആ വളർത്തലും സൂറത്ത് ആലി ഇമ്രാൻ നമ്മൾ വായിക്കാണ്. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്കൻ ഖാല യാ മറിയമു അന്നാ ലക്കി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. സംരക്ഷകനായ സക്കരിയ അലൈഹിസ്സലാം
മറിയമിന്റെ മാതൃ സഹോദരിയുടെ ഭർത്താവാണ് സക്കരിയ അലൈഹിസ്സലാം. മറിയമിന്റെ അടുക്കൽ അദ്ദേഹം പ്രവേശിക്കുമ്പോഴെല്ലാം ഭക്ഷണം കൊണ്ടെത്തിക്കേണ്ട സക്കരിയ അലൈഹിസ്സലാം അവിടെ ഭക്ഷണം കാണുകയാണ്. എങ്ങനത്തെ ഭക്ഷണം? തഫ്സീറുകളിൽ കാണാം, ശൈത്യകാലത്ത് വിളയുന്ന പഴങ്ങൾ ഉഷ്ണകാലത്ത് കാണും. ഉഷ്ണകാലത്ത് കാണപ്പെടുന്ന പഴങ്ങൾ അത് ശൈത്യകാലത്ത് മറിയമിന്റെ അടുക്കൽ ഉണ്ടാകും. ഭക്ഷണത്തിന് ഒരു മുട്ടുമില്ല, ഫലങ്ങൾക്ക് കുറവില്ല. അങ്ങനെ മറിയമിന്റെ അടുക്കൽ ഭക്ഷണങ്ങൾ. അപ്പൊ അന്നലക്കി ഹാദ മറിയം, നിനക്ക് എവിടെ നിന്നാണ് ഈ ഭക്ഷണം എന്ന് സക്കരിയ അലൈഹിസ്സലാം ചോദിക്കുമ്പോൾ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിങ്കൽ നിന്നാണ് എന്ന് മറിയം പ്രതികരിക്കുമായിരുന്നു എന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദിയെ അനുഗ്രഹിച്ചതിന്റെ ചരിത്രമാണ് സഹോദരന്മാരെ നമ്മളിവിടെ വായിക്കുന്നത്. മറിയം അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതയായ മഹദിയായിരുന്നു എന്ന് നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. സൂറത്ത് മറിയമിൽ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വായിക്കുവാനും അതും സ്മരിക്കുവാനും അള്ളാഹു ആഹ്വാനം ചെയ്യുന്നുണ്ട്. വദ്കുർ ഫിൽ കിതാബി മറിയം. എന്നിട്ട് എന്താണ് മറിയമിന്റെ ചരിത്രം അള്ളാഹു നമ്മളോട് പറയുന്നത്? മറിയം ഇദ് ഇൻതബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ. മറിയം അലൈഹി സ്വലാത്തു വസ്സലാം മസ്ജിദുൽ അഖ്സയുടെ കിഴക്ക് ഭാഗത്തൊരിടത്ത് കുടുംബത്തിൽ നിന്നകന്ന് കഴിയുകയുണ്ടായി. ധ്യാനത്തിന് വേണ്ടി മറ്റുള്ളവരിൽ നിന്നൊരു മറ സ്വീകരിച്ച് മറിയം ആരാധനകളിൽ കഴിച്ചുകൂട്ടുകയുമാണ്. ആ സമയം ഫതമസ്സല ലഹാ ബശറൻ സവിയ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തികഞ്ഞ ഒരു മനുഷ്യരൂപത്തിൽ മറിയമിന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഈ സമയം തികഞ്ഞ നല്ല ഒരു മനുഷ്യൻ, ഒത്ത മനുഷ്യന്റെ രൂപത്തിലാണ് ജിബ്രീൽ മറിയമിന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്താണ് അള്ളാഹു പറയുന്നത്? മറിയം ആ ആൾരൂപം കണ്ടപ്പോൾ ആ ആൾരൂപത്തോട് പുഞ്ചിരിക്കല്ല, കൊഞ്ചുകയല്ല, ആ ആൾരൂപത്തിൽ ആകർഷ്ടരാകുകയല്ല. പിന്നെയോ ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക് ഇൻ കുൻത തഖിയ, നിന്നിൽ നിന്ന് ഞാൻ പരമകാരുണികനായ അള്ളാഹുവിൽ അഭയം തേടുന്നു, രക്ഷ തേടുന്നു. ഇൻ കുൻത തഖിയ, നീ ഒരു ഭക്തനാണ് എങ്കിൽ, തഖ്വയുള്ളവനാണ് എങ്കിൽ നീ എന്നെ സ്പർശിക്കരുത്, ദൂരെ പോ എന്ന് മറിയം പ്രതികരിച്ചു എന്നാണ്. അത് മറിയമിന്റെ പരിശുദ്ധിയും അവർ ഒരു പതിവ്രതയായിരുന്നു എന്നതുമാണ് അറിയിക്കുന്നത്. സുന്ദര രൂപത്തിൽ സുമുഖനായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപം കൊണ്ട് മറിയമിന്റെ അടുക്കൽ വന്നപ്പോൾ ഉടനടി അവരുടെ പ്രതികരണമാണ് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക്, നിന്നിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു. ചില ചരിത്ര റിപ്പോർട്ടുകളിൽ റഹ്മാനായ അള്ളാഹുവിൽ ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്ന് ജിബ്രീലിനോട് മറിയം പ്രതികരിച്ചപ്പോൾ ജിബ്രീൽ ഭീതിയിൽ തൻ്റെ രൂപം യഥാർത്ഥ രൂപത്തിലേക്ക് മാറി എന്നൊക്കെ വായിക്കാൻ സാധിക്കും. ജിബ്രീൽ പോലും പേടിച്ചു പോയി ആ പ്രതികരണത്തിൽ എന്നാണ്. ഇൻ കുൻത തഖിയ, നീ ഭക്തനാണ് എങ്കിൽ നീ എന്നെ തൊടല്ലേ, ദൂരെ പോ എന്ന് മറിയം ജിബ്രീലിനോട് പ്രതികരിച്ചു. ഈ സമയം ജിബ്രീൽ പറഞ്ഞു ഇന്നമ അന റസൂലു റബ്ബിക് ലിഅഹബ ലകി ഗുലാമൻ സക്കിയ, ഞാൻ നിന്നെ പ്രാപിക്കാനോ തൊടാനോ വന്ന ആളല്ല, ഞാൻ നിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ ദൂതൻ മാത്രമാകുന്നു. ഞാൻ വന്നത് ലിഅഹബ ലകി ഗുലാമൻ സക്കിയ, വിശുദ്ധനായ ഒരു കുഞ്ഞിനെ നിനക്ക് നൽകുവാൻ, സമ്മാനിക്കുവാൻ വേണ്ടിയാണ്, സമ്മാനിക്കാൻ വേണ്ടി നിയുക്തനായ വ്യക്തിയാണ്, മലക്കാണ് ഞാൻ, ദൂതനാണ് എന്ന് മലക്ക് പ്രതികരിക്കുകയുണ്ടായി. മാലാഖ വന്നു എന്നാണ്, അത് ജിബ്രീൽ എന്നുള്ളതാണ് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. ഏതായാലും റബ്ബിന്റെ റസൂലാണ് ഞാൻ, നിനക്ക് വിശുദ്ധനായ ഒരു കുഞ്ഞിനെ സമ്മാനിക്കുവാൻ നിയുക്തനാണ് ഞാൻ എന്ന് ജിബ്രീൽ പ്രതികരിക്കുകയുണ്ടായി. ഈ സമയം മറിയം ജിബ്രീലിനോട് അല്ലെങ്കിൽ മാലാഖയോട് ഖാലത്ത് അന്ന യകൂനു ലി ഗുലാമുൻ വലം യംസസ്നി ബശർ വലം അകു ബഗിയ, അന്ന യകൂനു ലി ഗുലാം, എനിക്ക് എങ്ങനെ ഒരു കുഞ്ഞുണ്ടാകും, വലം യംസസ്നി ബശർ, വിവാഹത്തിലൂടെ ഒരു പുരുഷ സ്പർശം എനിക്ക് ഏറ്റിട്ടില്ല, വലം അകു ബഗിയ, ഞാൻ ഒരു ദുർനടത്തക്കാരിയുമല്ല, ഞാനൊരു തെറ്റ് ചെയ്യുന്ന ദുർനടത്തക്കാരിയല്ല,
വൈവാഹിക ബന്ധത്തിലൂടെ ഒരു പരപുരുഷം, ഒരു പുരുഷ സ്പർശം എനിക്ക് കേട്ടിട്ടില്ല. അപ്പോ അന്ന യകൂനുലി ഗുലാം, എനിക്ക് എങ്ങനെ ഒരു കുഞ്ഞുണ്ടാകും? മറിയം മാലാഖയോട് പ്രതികരിച്ചു. ഈ സമയം മാലാഖയുടെ പ്രതികരണം, ഖാല കദാലിക്, മലക്ക് പറഞ്ഞു, പുരുഷ സ്പർശനമില്ലാതെ ഒരു കുഞ്ഞു ജനിക്കും. കദാലിക്, അത് സംഭവിക്കും. ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിനുൻ, അപ്രകാരം ഒരു കുഞ്ഞിനെ നൽകുക എന്നുള്ളത് എളുപ്പമാണെന്ന് നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. നോക്ക്, നിങ്ങൾ മറിയം പറയാണ്, ഞാൻ ദുർനടത്തക്കാരിയല്ല, ഒരു പുരുഷ സ്പർശം എനിക്ക് ഏറ്റിട്ടില്ല, പിന്നെ എങ്ങനെ ഒരു കുഞ്ഞുണ്ടാകും? അപ്പോ മലക്ക് പറയാണ്, കദാലിക്, പുരുഷന്റെ സ്പർശനമില്ലെങ്കിലും കുഞ്ഞ് ജനിക്കും. കാരണം എന്താ? ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിനുൻ, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു അതെനിക്ക് എളുപ്പമുള്ള സംഗതിയാണ്, ഒരു കുഞ്ഞിനെ നൽകുക എന്നുള്ളത് അള്ളാഹ്ക്ക് എളുപ്പമാണ് എന്ന് റബ്ബ് പറഞ്ഞിരിക്കുന്നു. സഹോദരന്മാരെ, ഇത്തരം ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ 2-3 വചനങ്ങൾ മതി മനുഷ്യർ റബ്ബിൽ നിരാശപ്പെടാതിരിക്കാൻ. പടച്ചവന്റെ വിഷയത്തിൽ പടപ്പുകൾ നിരാശയിൽ അകപ്പെടാതിരിക്കാൻ ഇങ്ങനത്തെ 2-3 വചനങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടാൽ തന്നെ മതി. അത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ഒരു പുരുഷന്റെ സ്പർശനമല്ലാതെ ഒരു കുഞ്ഞ് നൽകി, കുഞ്ഞിനെ അള്ളാഹു നൽകാൻ പോവുകയാണ്. കദാലിക എന്നാ പറയുന്നത്. അങ്ങനെ പുരുഷ സ്പർശം ഇല്ലെങ്കിലും ഒരു കുഞ്ഞ് ജനിക്കും എന്ന് പറയാണ്. കാരണം എന്താ? അള്ളാഹ്ക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ നൽകൽ എളുപ്പമാണ് എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബായി, മാലിക്കായി, വഹാബായി മുകളിലുണ്ടാകുമ്പോൾ സഹോദരന്മാരെ, എന്തിനാണ് അള്ളാഹുവിൽ മനുഷ്യർ നിരാശപ്പെടുന്നത്? എന്തിനാണ് അള്ളാഹുവിൽ മനുഷ്യർ നിരാശപ്പെടുന്നത്? എന്തിനാണ് മനുഷ്യർ ഇച്ഛാഭംഗപ്പെടുന്നത്? മുസ്ലിമീങ്ങളിൽ പലരും റബ്ബിന്റെ വിഷയത്തിൽ തികഞ്ഞ നൈരാശ്യത്തിലാണ്. അതുകൊണ്ടാണ് റബ്ബിൽ പിടുത്തം വിട്ട് പല മുസ്ലിമീങ്ങളും അള്ളാഹു അല്ലാത്തവരിൽ അഭയം തേടുന്നത്. പ്രത്യേകിച്ച് സന്താനങ്ങൾ ഉണ്ടാകുന്ന വിഷയത്തിൽ സന്താനങ്ങൾക്ക് വേണ്ടി പടപ്പുകളിൽ ആശ്രിതരാകുന്ന, മൺമറഞ്ഞവരിൽ ആശ്രിതരാകുന്ന, മക്ബറകളിൽ ആശ്രിതരാകുന്ന എത്ര ദമ്പതികളുണ്ട്? ജാറം മൂടാൻ നേർച്ചയാക്കുന്നവർ, അതേപോലെ തുലാഭാരം നേർച്ചയാക്കുന്നവർ, മറ്റു നേർച്ചകൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് നേർന്നിടുന്നവർ. എന്തിന്? സന്താനങ്ങൾക്ക് വേണ്ടി. എങ്ങനെയുള്ള അള്ളാഹുവാണ്? ഇவ்விധം സന്താനങ്ങളെ നൽകി കനിയുന്ന അള്ളാഹുവാണ്. ഇതല്ലേ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും റബ്ബിന്റെ വിഷയത്തിൽ നിരാശപ്പെടാൻ പാടില്ല എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രല്ല അള്ളാഹു പറയാണ്, ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിനുൻ, ഒരു സന്താനത്തെ നൽകുക എന്നുള്ളത് അള്ളാഹ്ക്ക് എളുപ്പമാണ്. വലിനജഅലഹു ആയത്തൻ ലിന്നാസ് വറഹ്മതൻ മിന്നാ വകാന അംറൻ മഖ്ദിയ, ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അത് ആളുകൾക്ക് ഒരു ദൃഷ്ടാന്തവും നബിയാകാൻ പോകുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്നുള്ള ഒരു കാരുണ്യവും ആകുന്നതിന് വേണ്ടിയാണ്. ഈ കാര്യം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു, ലൗഹിൽ എഴുതി അള്ളാഹുവിന്റെ വിധിയായി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുരുഷ സ്പർശമില്ലെങ്കിലും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകും എന്ന് മലക്ക് മറിയമിനോട് പറയണ്ടായി. അള്ളാഹു തുടർത്തുന്നു, ഫഹമലത്ഹു ഫന്തബദത് ബിഹി മകാനൻ ഖസിയ, മറിയം ഗർഭം ധരിച്ചു, കുഞ്ഞിനെ ഗർഭം ധരിച്ചു. അങ്ങനെ അവർ ഒരു ദൂരസ്ഥലത്തേക്ക് മാറുകയാണ്. ഈ ഗർഭധാരണം അതിന്റെ കാലപരിധി എത്രയായിരുന്നു? പല അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. ഗർഭം ധരിക്കുകയും പ്രസവവും ഒരു ടൈമിൽ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ 9 മാസവും ദിവസങ്ങളും ഗർഭധാരണം നടത്തിയിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ ബലപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായം. അള്ളാഹു തുടർത്തുന്നത്, മറിയം ഗർഭം ധരിച്ചു, അവർക്ക് നൊമ്പരുണ്ടായി, പ്രസവ വേദന ഉണ്ടായി. ആ പ്രസവ വേദന അവരെ ഒരു ഈത്തപ്പന തടിയുടെ അടുക്കലേക്ക് കൊണ്ടെത്തിച്ചു. നൊമ്പരുണ്ടായപ്പോൾ എന്ത് ചെയ്തു? അവരൊരു ഈത്തപ്പന തടിയുടെ അടുക്കലേക്ക് എത്തി.
വേദനയോടുകൂടി അവരവിടെ എത്തിയെന്നാണ്. ജിദുൻ നഖ്ല എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയുടെ തടി എന്നാണ്. അയിമ ഇലയും കായൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഈത്തപ്പന തടിയുടെ ചുവട്ടിൽ അവരെത്തി എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹു പറയുന്നത് മറിയം ഇപ്രകാരം പ്രസവ വേദന വന്നപ്പോൾ പറഞ്ഞു എന്നാണ്. ഖാലത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയ. ഞാൻ ഇതിനു മുമ്പ് വിസ്മരിക്കപ്പെട്ടവളായിരുന്നുവെങ്കിൽ, ഞാൻ ഇതിനു മുമ്പ് മിത്തു ഖബ്ല ഹാദാ, ഇതിനു മുമ്പ് മരണപ്പെട്ടിരുന്നുവെങ്കിൽ, വിസ്മരിക്കപ്പെട്ടവളായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. അതായത് പേരും കാര്യമൊന്നും അറിയാതെ വിസ്മരിക്കപ്പെട്ടൊരവസ്ഥയിൽ ആയിരുന്നുവെങ്കിൽ, ആരോരും അറിയപ്പെടാത്തൊരു വ്യക്തിത്വമായിരുന്നുവെങ്കിൽ, ഇതിനു മുമ്പ് ഞാൻ മരണപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആ പ്രസവ വേദന എന്ന വേളയിൽ മറിയം പറയുകയുണ്ടായി എന്നാണ്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? പ്രസവ വേദനയുടെ വിഷയമല്ല, അതുണ്ട്. കാരണം എന്താ, അവർക്കും പ്രസവ വേദന ഉണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഫഅജാഅഹൽ മഖാബ്, പ്രസവ വേദന അവരെ കൊണ്ടെത്തിച്ചു എന്നാണ് ഈത്തപ്പന തടിയുടെ അടുക്കലേക്ക്. അവര് ഇതിനു മുമ്പ് ഞാൻ മരണപ്പെട്ടിരുന്നുവെങ്കിൽ, വിസ്മരിക്കപ്പെട്ടവളായിരുന്നുവെങ്കിൽ എന്ന് പറയാൻ കാരണം, പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുമായിട്ട് ചെല്ലേണ്ടത് ആൾക്കൂട്ടത്തിലേക്കാണ്. നാട്ടുകാരറിയും, നാട്ടുകാർ ജൂതരാണ്, ഇസ്രായേല്യരാണ്. ഇസ്രായേല്യരുടെ അടുക്കലേക്ക് കുഞ്ഞുമായി ചെന്നാൽ അവരുടെ പ്രതികരണം എന്തായിരിക്കും? അവർ അവരുടെ ആദർശത്തിന്റെ വിഷയത്തിലും അഭിമാനത്തിന്റെ വിഷയത്തിലും പരീക്ഷിക്കപ്പെടും. ജൂതന്മാർ അവരെ ക്രൂശിക്കും. ആ വിഷയം ആലോചിച്ചിട്ടാണ് താൻ മരിച്ചെങ്കിൽ എന്നവർ പ്രാർത്ഥിച്ചത്. മരണം കൊതിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരിക്കലും മരണത്തെ കൊതിക്കരുത്, മരണം കൊതിക്കാൻ പാടില്ല. പക്ഷെ ഫിത്നകളുടെ സമയങ്ങളിൽ മരണം കൊതിക്കാം. ദീനിൽ, ആദർശത്തിൽ പരീക്ഷിക്കപ്പെടുന്ന ഫിത്നകളിൽ നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥ വന്നാൽ മരണം കൊതിക്കാം. ആ കൊതിയാണ് ഇവിടെ മറിയമിൻ്റെത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിന്റെ അടയാളം പറഞ്ഞപ്പോ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അതിലെന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ചില ആളുകൾ ഖബറിടങ്ങളിലൂടെ നടക്കും. ഫിത്നയുടെ ആധിക്യം കാരണത്താൽ, പരീക്ഷണങ്ങളുടെ ആധിക്യം കാരണത്താൽ ഖബറിൽ കിടക്കുന്നവനെ നോക്കിയിട്ട് പറയും എന്നാണ്. ഖബറുകളിലേക്ക് നോക്കിയിട്ട് പറയും, ആ മനുഷ്യന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ, മരിച്ച് മൺമറഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് കൊതിച്ചു പോകുന്നതാണ്. എപ്പോ? ആദർശത്തിൽ, അഭിമാനത്തിൽ പരീക്ഷിക്കപ്പെടുമ്പോ. മറിയം ആലോചിക്കുന്നത് അതാണ്. പ്രസവിച്ചാൽ കുഞ്ഞ് കയ്യിൽ വന്നാൽ ആ കുഞ്ഞിനെ ഇട്ടിഞ്ഞ് പോകേണ്ടത് ജനങ്ങളിലേക്കാണ്. അപ്പൊ അവരെന്ത് പറയും, അവരെന്നെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നാലോചിച്ചാണ് മറിയം ഇതിനു മുമ്പ് ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ, വിസ്മരിക്കപ്പെട്ടവളായിരുന്നുവെങ്കിൽ എന്ന് പറയുകയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയമിനെ ആദരിക്കുകയാണ്. പ്രസവ വേളയിൽ എന്താ സംഭവിച്ചത്? ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ. താഴ്ഭാഗത്തിൽ നിന്ന് അവരെ വിളിക്കുകയുണ്ടായി, നിങ്ങൾ ദുഃഖിക്കണ്ട, അള്ളാഹു നിങ്ങളുടെ താഴ്ഭാഗത്തു കൂടി ഒരു നദി അല്ലെങ്കിൽ ഒരു അരുവി പ്രവഹിപ്പിച്ചിരിക്കുന്നു. അപ്പൊ മറിയമിന്റെ താഴ്ഭാഗത്ത് നിന്ന് മറിയമിനെ വിളിച്ചു എന്നാണ്, നിങ്ങൾ ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അള്ളാഹു നിങ്ങളുടെ താഴ്ഭാഗത്തിലൂടെ ഒരു നദി ഒഴുക്കിയിരിക്കുന്നു എന്ന് അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. ഈ വിളിച്ചത് ആരാണ്? ചിലർ പറഞ്ഞത് അത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയാണ്, പ്രസവിക്കണ കുഞ്ഞാണ്. ചിലർ പറഞ്ഞത് അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിയാണ്. പ്രാമാണികരായ പലരും ജിബ്രീൽ എന്നതിനെയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏതായാലും മറിയമിനെ ആദരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചുവട്ടിൽ ഒരു പ്രവാഹം, ഒരു അരുവിയെ ഒഴുക്കുകയുണ്ടായി. ഇമാം ഹാക്കിം മുസ്തദ്രക്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഫജ്ജറല്ലാഹു ലഹാ ജദ്വലൻ സഗീറൻ മിൻ മാ, ഒരു ചെറിയ അരുവി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി പ്രവഹിപ്പിച്ചു എന്നാണ്. അവിടെ ഉള്ള അരുവിയല്ല, പിന്നെയോ അവരുടെ പ്രസവ വേളയിൽ അവിടെ അല്ലാഹു പ്രവഹിപ്പിച്ചതാണ് ആ അരുവി എന്നുള്ളതാണ്. എന്നിട്ടോ ഫകുലി വഷ്റബി
ഈത്തപ്പനത്തടി അവരോട് കുലിക്കാൻ പറഞ്ഞു. തുസാഖിത് അലൈകി റുതബൻ ജനിയ, നല്ല പച്ച കാരക്ക അത് നിങ്ങൾക്ക് കൊഴിച്ചിട്ട് തരും എന്ന് പറഞ്ഞു. നമുക്കറിയാം ഈത്തപ്പന തടിയാണ്, അത് കുലുക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ വന്ന് പഴം വീഴൂല. കാരണം എന്താ, ശക്തമായ ഒരു മരമാണ് ഈത്തപ്പന, പഴം കൊഴിഞ്ഞു വീഴാനും പ്രയാസമാണ്. നൊമ്പരമെടുത്ത് പ്രസവവേദന എടുത്ത് പൊളയുന്ന സ്ത്രീയാണ്, അതിന് കുലുക്കാൻ കഴിയില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കുലുക്കാൻ പറഞ്ഞു. അങ്ങനെ ഈത്തപ്പഴം വീണു. അള്ളാഹു പറയാണ് ഫകുലി വഷ്റബി, ഈത്തപ്പഴം തിന്നാൻ പറഞ്ഞു. അള്ളാഹു പ്രവഹിപ്പിച്ച ആ ജലത്തിൽ നിന്ന് കുടിക്കാൻ പറഞ്ഞു. വഖർരി ഐന, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പ്രസവിക്കപ്പെട്ടു, കുഞ്ഞിനെ നോക്കി കൺകുളിർപ്പിക്കുവാനും അള്ളാഹു അവരോട് ആവശ്യപ്പെടുകയുണ്ടായി. അതാണ് ഫകുലി വഷ്റബി വഖർരി ഐന ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദൻ ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമ. കുട്ടിന്റെ വിഷയത്തിലാണ് അവർക്ക് ദുഃഖം, വേദന. കുട്ടിയെ കൊണ്ട് അവരുടെ ആളുകളുടെ അടുക്കലേക്ക് പോകുമ്പോൾ അവരെന്ത് ചെയ്യും, പരിഹസിക്കും. അപ്പോ അള്ളാഹു അവർക്ക് നിർദ്ദേശം നൽകുകയാണ്, ഞാൻ വ്രതം നേർന്നിരിക്കുന്നു എന്ന ആളുകളോട് പറയാൻ പറഞ്ഞു. ആളുകളെ കാണുകയാണെങ്കിൽ അള്ളാഹുവിന് ഞാൻ വ്രതം നേർന്നിരിക്കുന്നു. വ്രതം മൗനവ്രതം. ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, എന്നൊരു മനുഷ്യനോടും ഞാൻ സംസാരിക്കുകയില്ല എന്ന് മറിയമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളോട് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിലു, പ്രസവാനന്തരം കുഞ്ഞിനെ എടുത്ത് മറിയം തൻ്റെ ആളുകളുടെ അടുക്കലേക്ക് ചെന്നു. ഉടൻ അവര് പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. ഇസ്രായേല്യരാണ്. ഖാലു, ആളുകൾ പറഞ്ഞു, യാ മറിയം ലഖദ് ജിഇതി ശൈഅൻ ഫരിയ, മറിയമേ നിങ്ങളൊരു മഹാകാര്യമാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ മഹാ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ, ഹാറൂന്റെ സഹോദരി. ഹാറൂന്റെ സഹോദരി എന്ന് പറഞ്ഞാൽ ഹാറൂന്റെ പെങ്ങളെന്ന അർത്ഥത്തിലല്ല, പിന്നെയോ ഒന്നുകിൽ ഹാറൂൻ കുടുംബത്തിൽ അവർ ഉള്ളത് എന്നതിനാൽ, അല്ലെങ്കിൽ ഇസ്രായേലിൽ മഹാന്മാരെയൊക്കെ ധർമ്മനിഷ്ഠയിൽ വളരുന്നവരൊക്കെ ഹാറൂനോട് ഉപമിക്കുമെന്നാണ്. ധർമ്മനിഷ്ഠയുള്ള നല്ല മനുഷ്യൻ എന്നുള്ള നിലക്ക് ഹാറൂൻ എന്ന് വിശേഷിപ്പിക്കും. അപ്പൊ ഹാറൂന്റെ സഹോദരി എന്ന അർത്ഥത്തിലാണ് വിളിക്കുന്നത്. മാ കാന അബൂകി ഇംറഅ സൗഇൻ, നിങ്ങളുടെ പിതാവ് മോശക്കാരനായിരുന്നില്ല. വമാ കാനത് ഉമ്മുകി ബഗിയ, നിങ്ങളുടെ മാതാവ് ദുർനടപ്പുകാരിയുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായി എന്ന അർത്ഥത്തിൽ പരിഹസിച്ച് ചോദിക്കുകയാണ്. അപ്പൊ മറിയം പ്രതികരിച്ചില്ല. മറിയം എന്താ ചെയ്തത്, ഫഅശാറത് ഇലൈഹി, മറിയം കുഞ്ഞിലേക്ക് വിരൽ ചൂണ്ടി, കുഞ്ഞിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അപ്പൊ ഇസ്രായേല്യർ അവര് പറഞ്ഞു, ഖാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ, തൊട്ടിലിൽ കുഞ്ഞായി കിടക്കുന്ന പിഞ്ചു കുഞ്ഞിനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും? ഇതവർ പറഞ്ഞപ്പോൾ അവർ ചോദിക്കുന്നതിന് മുമ്പ് മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുഞ്ഞ് ഈസ അലൈഹിസ്സലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ് വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ വബർറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ഷഖിയ്യ. ഞാൻ ദൈവദാസനാകുന്നു, അള്ളാഹുവിൻ്റെ ദാസനാകുന്നു, ഞാൻ നബിയാകുന്നു. പടച്ചവൻ എനിക്ക് വേദഗ്രന്ഥം നൽകും, നമസ്കരിക്കുവാനും സകാത്ത് നൽകാനും അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, മാതാവിന് പുണ്യം ചെയ്യാൻ പടച്ചവൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് തുടങ്ങി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ തൊട്ടിലിൽ വെച്ച് സംസാരിക്കുകയുണ്ടായി എന്നാണ്. ഇവിടെ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൻ്റെ ഒരു ചുരുക്ക ഭാഗമാണ്. വളരെ ചുരുക്കത്തിൽ അതിൻ്റെ ഒരു ആകത്തുകയാണ് നമ്മളിവിടെ കേൾക്കുകയുണ്ടായത്. മറിയമിൻ്റെ ചരിത്രം നമ്മളൊക്കെ അറിയുന്നവരും അതേപോലെ മനസ്സിലാക്കിയവരുമാണ്. വേദത്തിന്റെ ആളുകൾ, ക്രൈസ്തവർ പോലും മനസ്സിലാക്കാത്ത വിധമാണ് നമ്മൾ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം മനസ്സിലാക്കുന്നത്. അത്ര സൂക്ഷ്മമായി ബൈബിളിൽ പോലും വന്നിട്ടില്ലാത്ത വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിൽ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിലുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികളിലും ഉണ്ട്. എന്തുകൊണ്ട് മറിയം അള്ളാഹുവിൽ നിന്നുള്ള ഇത്രമാത്രം അനുഗ്രഹങ്ങൾക്കും
അതേപോലെ അള്ളാഹുവിൽ നിന്നുള്ള കറാമത്തുകൾക്കും ആദരവുകൾക്കും വിധേയയായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ചരിത്രം കേട്ടുപോകുക എന്നുള്ളതല്ല. പിന്നെ എന്തുകൊണ്ട് ഇനി സ്ഥാനം അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്. വമറിയം ബിനത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹ ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ എന്നാണ്. മറിയം അവരുടെ പതിവ്രത പരിശുദ്ധി കാത്തു സൂക്ഷിച്ച മഹദിയാണ്. അവരുടെ ലൈംഗികാവയവങ്ങൾ അവർ കാത്തു സൂക്ഷിച്ചു, പരിരക്ഷിച്ചു ജീവിച്ചു. പരിശുദ്ധി അത് അവരുടെ പ്രത്യേകതയായിരുന്നു. അതേപോലെ റബ്ബിന്റെ വചനങ്ങളും വേദങ്ങളും മറിയം സത്യപ്പെടുത്തി. വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബി, റബ്ബിന്റെ വേദങ്ങളും വചനങ്ങളും മറിയം സത്യപ്പെടുത്തി. വകാനത് മിനൽ ഖാനിതീൻ, റബ്ബിന് വണങ്ങുന്നവരിൽപ്പെട്ടവരായിരുന്നു മറിയം. റബ്ബിന് വണങ്ങുന്ന മഹദിയായിരുന്നു എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. അപ്പൊ അള്ളാഹുവിനുള്ള വണക്കവും ഇബാദത്തും അതേപോലെ തന്നെ ജീവിത വിശുദ്ധിയും ഇതായിരുന്നു മറിയമിന്റെ പ്രത്യേകതകൾ. അതുകൊണ്ടാണ് മറിയമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോക സ്ത്രീകളിൽ മുൻപന്തിയിൽ പ്രത്യേകം തെരഞ്ഞെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പൂർണ്ണത വരിച്ചവരിൽ 4-1 സ്ത്രീയാണ് മറിയം. ലോക സ്ത്രീകളിൽ മറിയമിനെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തു. ഈ ഉമ്മത്തികളിലെ സ്ത്രീകളിൽ ഖദീജയെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തു. അപ്പോ ഒന്ന് മറിയമിന്റെ ഇബാദത്തും വണക്കവും അള്ളാഹ്ക്കുള്ള പുണ്യം ചെയ്തുള്ള ജീവിതം, അതാണ് മറിയമിനെ ഉച്ചിയിലെത്തിച്ചത്. നമ്മളും അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളേണ്ടത്. നോക്കൂ നിങ്ങൾ, നമ്മൾ റമളാന്റെ അവസാനത്തെ 10ലാണ്. ഈ അവസാനത്തെ 10ന്റെ പ്രത്യേകത എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി എന്നാണ്. അവസാനത്തെ 10ൽ മറ്റു നോമ്പിന്റെ നാളുകളിൽ അധ്വാനിക്കുന്നതിനേക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധ്വാനിക്കുമായിരുന്നാണ്. പുണ്യത്തിന്റെ വിഷയത്തിൽ, നമസ്കാരത്തിന്റെ വിഷയത്തിൽ, ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിൽ, ദിക്ർ ദുആകളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധ്വാനിക്കുമായിരുന്നു എന്നാണ്. അപ്പൊ അള്ളാഹുവിന് വണങ്ങി അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ഇബാദത്തുകളിൽ നമ്മൾ അധ്വാനിക്കണം. മറിയമിനെ അള്ളാഹു ഉയർത്തിയത് അതിനാലാണ്. ആ ഒരു ഉയർച്ച നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 ആയാൽ അഹ്യ ലൈലഹു, രാത്രി ഉണർന്നിരിക്കും. വഅയ്ഖല്ലാഹു ലഹു, കുടുംബത്തെ വിളിച്ചുണർത്തും. വശദ്ദ ബിഇസ്റ, ഉടുമുണ്ട് മുറുക്കിയെടുക്കും. ഇബാദത്തിന് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സജീവ ശ്രദ്ധയും താല്പര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെടുക, അള്ളാഹുവിന് വണങ്ങുക, കീഴ്പ്പെടുക. വിശിഷ്യ ഇത്തരം അവസരങ്ങളിൽ ഈ അവസാനത്തെ 10 നമുക്ക് അതിനുള്ള ഒരു സുവർണാവസരം, നമ്മൾ അത് മുതലെടുക്കണമെന്ന് ഇവിടെ ഉണർത്തണം. മറ്റൊന്ന്, മറിയമിന്റെ ഉയർച്ചയും അവർക്കുള്ള മഹത്വവും അവർക്ക് നേടിക്കൊടുത്തത് അവരുടെ പരിശുദ്ധിയാണ്, പവിത്രതയാണ്. നോക്കൂ നിങ്ങൾ, മലക്ക് സുന്ദര മനുഷ്യരൂപത്തിൽ വന്ന് മുന്നിൽ നിന്നപ്പോ മറിയം പ്രതികരിച്ചത് എന്താ? ഇന്നി അഊദു ബിക മിനർ റഹ്മാൻ, പരമകാരുണികനോട് ഞാൻ നിന്നിൽ അഭയം തേടാണ്. ഇൻ കുൻത തഖിയൻ, നീ ഒരു ഭക്തനാണ് എങ്കിൽ മാറിപ്പോ, ദൂരെപ്പോ, എന്നെ തൊടല്ലേ എന്നാണ് മറിയം പ്രതികരിച്ചത്. പുഞ്ചിരിച്ചില്ല, കുഴഞ്ഞാടിയില്ല, കൊഞ്ചിക്കുഴഞ്ഞില്ല. മറിയം ഒരു പരപുരുഷനെ കണ്ടപ്പോ പവിത്രതയിൽ, പരിശുദ്ധിയിൽ അവരുടെ അഭിമാനം കാത്ത് അവർ അള്ളാഹുവോട് രക്ഷാത്തേട്ടം നടത്തുകയാണ് ചെയ്തത്. നമ്മളുടെയൊക്കെ സ്ത്രീകൾക്കും നമ്മളുടെ കീഴ്ഘടകങ്ങളായ പെൺമക്കൾക്കുമൊക്കെ ഈ ഒരു ലജ്ജാശീലവും അതേപോലെ തന്നെ ഈ ഒരു ബോധവും ഉണ്ടാകേണ്ടതുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. പ്രവാസത്തിന്റെ ഇക്കരയിൽ നമ്മൾ പണിപ്പെട്ട് അധ്വാനിച്ച് കാശയക്കുമ്പോൾ നമ്മളുടെ കീഴ്ഘടകങ്ങൾ അവരെങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മൾ ആലോചിക്കണം. അവരുടെ പരിശുദ്ധിയുടെ വിഷയത്തിൽ, അവരുടെ അഭിമാനത്തിന്റെ വിഷയത്തിൽ, അവരുടെ ലജ്ജയുടെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാകണം. നരകത്തിന്റെ അഹ്ലുകാരാകുന്ന 2 വിഭാഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വിഭാഗം വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത് മുമീലാത്തുൻ മായിലാത്ത് റൂസുൻ കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില എന്നാണ്. നരകത്തിന് വിറകാകുന്ന ഒരു സംഘം സ്ത്രീകൾ വസ്ത്രം ഉടുത്തിട്ടുണ്ട്, പക്ഷേ വസ്ത്രം ഉടുക്കാത്തവരെ പോലെ അന്യരെ തങ്ങളിലേക്ക് ചായിച്ചും അന്യരിലേക്ക് ചാഞ്ഞും കൊഞ്ചിക്കുഴഞ്ഞ് നടക്കുന്ന സ്ത്രീകൾ, ഒട്ടകത്തിന്റെ പൂഞ്ഞ ഇളകിയാടുന്നത് പോലെ തലയാട്ടി നടക്കുന്ന സ്ത്രീകൾ, അവർ നരകത്തിന്റെ അഹ്ലുകാരാണെന്ന് പറയാണ്. സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് ഹറാം എന്ന് പറയാണ്. അപ്പൊ നമ്മളുടെ സ്ത്രീകളും മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലെ പതിവ്രതയായി, പവിത്രതയുടുത്ത് പരിശുദ്ധയായിട്ട് പരിലസിക്കുന്ന സ്ത്രീകളാകണം. അതിൽ നമ്മൾ അവരെ സഹായിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യണം.
എന്നാണ് ഇവിടെ ഇത്തരുണത്തിൽ ഒരു വസീയത്തായിട്ട് ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇബാദത്തിൽ സജീവ ശ്രദ്ധാലുക്കളാകുക. നമ്മളതിൽ അലസന്മാരോ മടിയന്മാരോ ആകാൻ പാടുള്ളതല്ല. അതേപോലെ പതിവ്രത, അഭിമാനം, ആദർശം അത് നമ്മൾ യഥാവിധം കാത്തു സൂക്ഷിക്കുകയും അതേപോലെ അഭിമാനവും ആദർശവും പണയപ്പെടുന്നതായ ചെയ്തികൾ നമ്മളിൽ നിന്ന് വരാതെ നമ്മൾ വിശുദ്ധന്മാരായി ഉയരുവാൻ വളരുവാൻ പരിശ്രമിക്കുകയും ചെയ്യണം എന്നാണ് ഇവിടെ ഉണർത്താനുള്ളത്. നാളത്തെ അവസരത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം സൂറത്തു നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാം ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും റഹമത്തും അള്ളാഹു നമ്മളിൽ നമ്മുടെ ഈ സദസ്സിൽ അവതരിപ്പിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൃപ്തിയേകി അള്ളാഹു നമ്മളെല്ലാം കടാക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ വഴിമാറ്റുമാറാവട്ടെ. നമ്മളിൽ കടമുള്ളവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടി നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിൽ മക്കളിൽ നമുക്കെല്ലാം കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമയേറ്റി അവരെയും നമ്മയും അള്ളാഹു ആദരിക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു വിരുന്നിൽ സ്വർഗത്തിൽ ഒത്തുകൂടാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين اللهم احفظ لهذه البلاد أمنها ورجال أمنها وحدودها وجنودها وقيادتها وعقيدتها إنك ولي ذلك والقادر عليه وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.